ഇത് കൊള്ളാല്ലേ? കൊള്ളാം. ഇത് ഒരെണ്ണല്ലേ ഉള്ളൂ സച്ചേട്ടാ? ഒരെണ്ണം പോരെ? പോരാ, 2 എണ്ണം വേണം. നമുക്ക് ശിവേന്റെ കുഞ്ഞിനും കൂടി ചേർത്ത് വാങ്ങാം. എന്നിട്ട് അതുവരെ ഒന്ന് പോയിട്ട് വരാം. അവിടുത്തെ മോളെയും കണ്ടിട്ട് കുറച്ച് ദിവസം ആയല്ലോ. സച്ചേട്ടന് വേറെ തിരക്കൊന്നുമില്ലല്ലോ? എനിക്ക് ഒരു തിരക്കുമില്ല. അപ്പോ ഏതെടുത്താലും 2, അങ്ങനല്ലേ? അതെ, അങ്ങനെ തന്നെ. ഇത് കൊള്ളാല്ലേ? ഇത് കൊള്ളാലോ. ദാ 2 എണ്ണം ആയല്ലോ. ഇത് 2 എടുക്കാം. താങ്ക് യു സാർ. ശരി എന്നാ. അമ്മയുടെ പൊന്നുമോള് ഉറങ്ങുവാണോ? അയ്യോടാ, ഉറക്കം വരുന്നുണ്ടോ? എന്താ ശിവേട്ടാ? ഞാൻ കുഞ്ഞിനെ ഒന്ന് കാണാൻ വന്നതാ. ഇന്ന് ബേബി ഷോപ്പിൽ പോയപ്പോ എന്റെ കുഞ്ഞിന് വാങ്ങുന്ന കൂട്ടത്തില് ഇവിടത്തെ മോക്കും കുറച്ച് കളിപ്പാട്ടങ്ങളും ഉടുപ്പുകളും വാങ്ങി. അതൊന്ന് തന്നിട്ട് പോവാന്ന് കരുതി വന്നതാ. എന്തിനാ ശിവേട്ട ഇതൊക്കെ വാങ്ങി വെറുതെ പൈസ കളയുന്നേ? കളിപ്പാട്ടങ്ങളൊക്കെ ഇവിടെ ഒരുപാട് ഉണ്ടല്ലോ. അറിയാം, എന്നാൽ എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി വാങ്ങിയതാ. ശരി ശരി, ഇനി ഇതൊന്നും വാങ്ങിച്ച് പൈസ കളയണ്ടാട്ടോ. ഓ, അല്ല, അവിടുത്തെ മോള് സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. 2 പേരും ഒരു ദിവസമല്ലേ ജനിച്ചത്? ആദ്യത്തെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോ മോളെയും കൊണ്ട് 2 ആളും ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടെ ആഘോഷിക്കാം. ഓ, സന്തോഷമുണ്ടേ. ആതിര കുഞ്ഞെ, ഞാൻ ഈ മോളെ ഒന്നെടുത്തോട്ടെ? അതിനെന്താ? ആതിര കുഞ്ഞെ, കുടിക്കാൻ കുറച്ച് വെള്ളം തരാവോ? അതിനെന്താ, ഞാൻ ദേ എടുത്തോണ്ട് വരാം. എന്റെ വാവേ, അച്ഛന്റെ ചക്കര വാവേല്ലേ, എന്റെ പൊന്നു മോളല്ലേ വാവേ. മോളിങ്ങി തന്നേക്ക്. ഇതാ. എന്റെ കുഞ്ഞ് എന്താ നോക്കുന്നേ? ഓ, അമ്മയുടെ മോളല്ലേ? മതി ചേട്ടാ. മതി മതി, എന്നാ ഞാൻ വരട്ടെ. എന്താ തന്റെ ഉദ്ദേശം? താൻ ഇപ്പൊ അകത്ത് കാണിച്ചതിന്റെ ഉദ്ദേശം എന്താന്ന്? അത് ഞാൻ കുഞ്ഞിനെ ഒന്ന് കാണാനായിട്ട്. തനിക്ക് കാണാനും കൊഞ്ചിക്കാനുമായിട്ട് ഒരെണ്ണത്തിന് തന്നിട്ടില്ലേ ഞാൻ? ലാളനയും വാത്സല്യ പ്രകടനവും ഒക്കെ അവിടെ ആയിക്കോ, ഇവിടെ വേണ്ട. പാവെന്ന് കരുതി വല്ലപ്പോഴും ഒന്ന് കണ്ടോട്ടെന്ന് വെച്ചാ ഇവിടെ തന്നെ ജോലിക്ക് നിർത്തിയത്. ദൂരക്കാഴ്ചയല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട. ഇവിടെ മുഴുവൻ ക്യാമറ, അതിന്റെയൊക്കെ മുന്നിൽ കിടന്നാണോടോ. ഇനി മേലിൽ ഇമ്മാതിരി പരിപാടികളായിട്ട് ഇങ്ങോട്ട് വന്ന ദൂരെ നിന്ന് കാണാനുള്ള അനുവാദം കൂടെ ഞാനങ്ങ് കട്ട് ചെയ്യും. സ്വന്തം കുഞ്ഞിനോട് വാത്സല്യം നിറഞ്ഞൊഴുകുമ്പോഴേ ഞാനിപ്പോ പറഞ്ഞതൊക്കെ ഒന്ന് ഓർത്തേക്കണം.
മോന് നല്ല കരച്ചിലാണല്ലോ. എന്റെ വയ്യായ്മ വല്ലതും ഉണ്ടോ? ഇത്രയും നേരം ഉറങ്ങുമായിരുന്നു, ഇപ്പൊ എണീറ്റു. അപ്പം മുതൽ കരച്ചില. സച്ചേട്ടാ പിടിച്ച് വാ മോളെ. ഓ ഓ ഓ ഓ ഓ ഓ ഓ. ഇത് വല്ലാത്തൊരു അത്ഭുതമാ കേട്ടോ. എത്ര കരഞ്ഞിരുന്നാലും അർച്ചനയുടെ കയ്യിലിരിക്കുമ്പോ അവൾക്ക് ഒരു കരച്ചിലുമില്ല. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെയായിരുന്നു. ആ മാജിക് പോകുന്നതിന് മുമ്പ് എനിക്കൊന്ന് പറഞ്ഞു തരണേ. ഇതങ്ങനെ മാജിക് ഒന്നും അല്ല ചേച്ചി. ഈശ്വരൻ കുഞ്ഞുങ്ങളെ തരാത്തതും ഉണ്ടാവും. മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ അവർ കരച്ചിൽ നിർത്തുന്നത്. ആ ഒരു ഭാഗ്യമെങ്കിലും എനിക്കിരിക്കട്ടെ എന്ന് ഈശ്വരൻ വിചാരിച്ചിട്ടുണ്ടാവും. ചേച്ചി ശിവേട്ടൻ അങ്ങോട്ട് പോയി? അറിയില്ല സർ, കുറെ നേരമായി പോയിട്ട്. ഉച്ചയ്ക്ക് ശേഷം നെല്ലിശ്ശേരി പോകുന്നു പറഞ്ഞിരുന്നു. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? പരിചയമുണ്ട്. ഏട്ടനവിടെ ജോലി ഉണ്ടായിരുന്നപ്പോ ഞാൻ ഇടയ്ക്ക് കമ്പനിയിൽ പോവായിരുന്നു. അന്നു മുതലേ സേതു സാറിനെയും നന്ദൻ സാറിനെയും സച്ചി സാറിനെയും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നല്ല ജോലിയും ശമ്പളവും ഒക്കെ ആയിരുന്നില്ലേ. അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ അതൊക്കെ പോയത്. നിങ്ങളിരിക്കെ, ഞാൻ ചായ എടുക്കാം. ഇന്ന് ഒരു ഒഴിവും പറയണ്ട, കഴിച്ചിട്ടേ ഞാൻ വിടും. ഇരിക്കെ. ആ ചേച്ചി ദാ ഇത് അകത്തേക്ക് വെച്ചോ. മോക്ക് വേണ്ടി വാങ്ങിയതാ. എന്തിനാ സാറേ, ഇതൊന്നും വേണ്ടിയിരുന്നില്ല. ഇതൊക്കെ ഇട്ടും നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെ കളിച്ചും പെണ്ണിന് കോളായി പോയാലേ അവസാനം അത് ഞാൻ ഓടിയേ എത്തില്ല. അതോർത്ത് ചേച്ചി ടെൻഷൻ ആവണ്ട. മോക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ സാധിച്ചു തരും. അതിനി എന്തായാലും പോരെ. ചായ കിട്ടിയില്ലല്ലോ. അത് മറന്നോ? നിങ്ങൾ അകത്തേക്കിരിക്കെ, ഞാൻ ഇപ്പൊ എടുക്കാം. ഓ ഓ ഓ കുഞ്ഞാവേ. നോക്കി സച്ചേട്ടാ, നമ്മളെവളെ മൈൻഡ് ചെയ്യാത്തോണ്ടേ ശബ്ദം ഉണ്ടാക്കി നമ്മളെ അറിയിച്ചത് കണ്ടോ? നിന്നെ മൈൻഡ് ചെയ്യാത്തല്ലടി, നിന്നെ കാണാൻ വേണ്ടിയിട്ടില്ലേ ഞങ്ങൾ വന്ന്. ആ അവിടുത്തെ മോളെ തനിക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ എന്താ? ഇവിടെ ഏത് സമയത്ത് വന്നാലും കുഞ്ഞ് തന്റെ കൈ തന്നെ ആണല്ലോ. ശരിക്കും കുഞ്ഞിനെ എടുക്കാനുള്ള കൊതിയുണ്ടല്ലേ താൻ എന്നെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്? അതെ, അത് തന്നെയാ കാര്യം. അവിടെ അടുത്തുണ്ടായിട്ടും ഒന്ന് സ്നേഹിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ സച്ചേട്ടാ. ആ വിഷമം കൂടുതലായപ്പോഴാ ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് സച്ചേട്ടനോട് പറഞ്ഞത്. കൂടപ്പിറപ്പിനേക്കാൾ നല്ലത് മറ്റാൾക്കാരാണെന്ന് തെളിയുന്ന സന്ദർഭങ്ങളായതൊക്കെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ചേച്ചി. സമയം കിട്ടുമ്പോ ഇതുപോലെ വരണം. വരും. ഇനി വരുമ്പോ കുറേ നേരം ഇവളുടെ അടുത്ത് ഇരിക്കാൻ കണക്കാക്കി വരാം. എന്നാ ശരി ചേച്ചി. ശിവരാമേട്ടനും ഇന്ദു ചേച്ചിയും എത്ര വർഷം കാത്തിരുന്നിട്ടാണോ ആ മോളെ കിട്ടിയത്? നല്ല ഐശ്വര്യമുള്ളൊരു കുഞ്ഞ്. പക്ഷേ ശ്രീരാമേട്ടന്റെയും ആ ചേച്ചിയുടെയും ഒരു ചായ ആ കുഞ്ഞിന് കിട്ടിയിട്ടില്ല. എന്നാ എനിക്കറിയാവുന്ന ആരെയൊക്കെ പോലെ തോന്നി ആ കുഞ്ഞിനെ കണ്ടപ്പോ. അങ്ങനെ പെട്ടെന്നൊന്നും മുഖച്ഛായൊന്നും വരില്ല സച്ചേട്ടാ. കുറെ നാൾ കഴിയുമ്പോഴേ ആരെ പോലെയാണെന്ന് അറിയാൻ പറ്റും.
അതുമാത്രല്ല എല്ലാ കുഞ്ഞുങ്ങളും അച്ഛനും അമ്മയും പോലെ ഇരിക്കണമെന്നൊന്നുമില്ല. മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ഒക്കെ രൂപത്തിലാവും ചിലർ ജനിക്കുന്നത്. ഞാൻ എന്റെ മുത്തശ്ശിയെ പോലെ ഇരിക്കുന്നതെന്ന് അമ്മ പറയാറുണ്ട്. ആഹാ, മുത്തശ്ശി അത്ര നല്ല ഗ്ലാമർ ആയിരുന്നു. പോ സച്ചേട്ടാ, കളിയാക്കാതെ. കളിയാക്കിയെന്ന് ആര് പറഞ്ഞു? താൻ ഭയങ്കര ഗ്ലാമർ അല്ലേ? ആണോ? അതേടോ. ആദ്യമായിട്ടാ ഒരാൾ പറയുന്നത്. ആ പറഞ്ഞ ആള് ഭർത്താവാണെന്നുള്ള കാര്യത്തില് തനിക്ക് അഭിമാനിക്കാമല്ലോ. അങ്ങനെ ഒരു ഭർത്താവും പെട്ടെന്ന് അംഗീകരിച്ചു തരാത്തൊരു കാര്യാ ഞാൻ ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞത്. ആ അല്ല, വേറൊരു കാര്യം ചോദിക്കണമെന്ന് കരുതിയിരിക്കായിരുന്നു. തന്നെ കാണുമ്പോ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ വലിയ കാര്യമാണല്ലോ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, താൻ എടുത്ത ഉടനെ ആ കുഞ്ഞ് കരച്ചിൽ നിർത്തി. വീട്ടിലെ മോളും അതുപോലെ തന്നെ താൻ എടുക്കുമ്പോ കരച്ചിൽ നിർത്തും. അതെന്താ അതിന്റെ സീക്രട്ട്? എനിക്കും കൂടെ ഒന്ന് പറഞ്ഞതാ. അതിൽ വലിയ സീക്രട്ട് ഒന്നുമില്ല. എനിക്ക് കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടം. അവരെ ഞാൻ എടുക്കുമ്പോ തന്നെ അതവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിലും മക്കളില്ലാത്തവർക്ക് ഈശ്വരൻ ഇങ്ങനെ ചില അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കും. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാവും. ഞാനിപ്പോ പറഞ്ഞതോർത്ത് സച്ചേട്ടൻ വിഷമിക്കൊന്നും വേണ്ട. എനിക്കിപ്പോ നല്ല കോൺഫിഡൻസ് ഉണ്ട്. ശിവരാമേട്ടനെയും ഇന്ദു ചേച്ചിയും തന്നെ കണ്ടില്ലേ? എന്തെല്ലാം മരുന്നുകൾ കഴിച്ചു, എവിടെയെല്ലാം പൂജകൾ നടത്തി. പാവം, എന്തായാലും അവസാനം ഒരു കുഞ്ഞിനെ ഈശ്വരൻ കൊടുത്തില്ലേ? അതുകൊണ്ട് കുറച്ച് താമസിച്ചായാലും ഈശ്വരൻ നമുക്കും തരും. അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമയുണ്ടായാൽ മാത്രം മതി. ഇനി എത്രയും പെട്ടെന്ന് സന്ധ്യ ഡോക്ടറെ വിളിച്ച് ട്രീറ്റ്മെന്റ് തുടങ്ങുന്ന കാര്യം സംസാരിക്കണം. വീട്ടിൽ മോളുള്ളതുകൊണ്ടാ തനിക്കിപ്പോ അതിനെക്കുറിച്ചൊന്നും തോന്നാത്തത്. ഇപ്പോ കുഞ്ഞായതുകൊണ്ട് സാരമില്ല. നാളെ ഒരു സമയത്ത് അവൾ വളർന്നു കഴിയുമ്പോൾ തന്നോട് ഇത്ര അടുപ്പം കാണിക്കണമെന്നൊന്നുമില്ല. അതുകൊണ്ട് സ്വന്തമായിട്ടുണ്ടെങ്കിൽ തനിക്ക് തന്നെ എപ്പോഴും കൊണ്ടു നടക്കാം. എന്താ, ശരിയല്ലേ? ശരി തന്നെയാ. ഞാനും അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിരുന്നു. മോളുമായിട്ട് അടുക്കുമ്പോഴൊക്കെ ഞാനിത് ആലോചിക്കും. എന്തൊക്കെ പറഞ്ഞാലും പ്രസവിക്കുന്നതും കടമെടുത്ത് വളർത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. പോണതുവരെ പോട്ടെ. പക്ഷേ നമുക്കൊരു കുഞ്ഞുണ്ടാവുമ്പോഴും ഇപ്പോൾ ഉള്ള മോൾക്കാവും ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുക. അവളെ ആദ്യമായിട്ട് കയ്യിൽ വാങ്ങിച്ചത് ഞാനാ. ആദ്യമായിട്ട് നെഞ്ചോട് ചേർത്ത് താലോലിച്ചത് ഞാൻ തന്നെയാ. അത് വല്ലാത്തൊരു ഫീലാ സച്ചേട്ടാ. അനുഭവിച്ചറിയേണ്ട ഫീല്. നമുക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിൽ എന്താ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങള് ഈശ്വരനായിട്ട് ഉണ്ടാക്കി തന്ന് സന്തോഷിപ്പിക്കുന്നില്ലേ? നമുക്കത് മതി. ഇന്ദു, ഓ, കുടിക്കാൻ കുറച്ച് വെള്ളം ഇങ്ങടുത്തേ. ആ ഇപ്പൊ കൊണ്ടുവരാം. ദാ. നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല. എന്തേ? അല്ല, ഈ കവറൊക്കെ കണ്ടോണ്ട് ചോദിച്ചതാ. ആ, അത് സച്ചി സാറും അർച്ചനയും കൊണ്ടുവന്നതാ. കുറച്ചു നേരം അവരിവിടെ ഉണ്ടായിരുന്നു. അന്നത്തെ പോലെ മോള് നല്ല കരച്ചിലായിരുന്നു. അർച്ചന എടുത്തപ്പോഴേക്കും അവളുടെ കരച്ചിലൊക്കെ മാറി. അർച്ചന എടുത്ത ശേഷം പിന്നെ മോള് കരഞ്ഞിട്ടേയില്ല. ദേ ഇപ്പൊ ഉറങ്ങുകയും ചെയ്തു. നീ എന്തിനാ വല്ലവരും വാങ്ങിക്കൊണ്ട് വരുന്ന സാധനം ഇവിടെ വാങ്ങി വെക്കുന്നേ? അന്നേ ഞാൻ പറഞ്ഞല്ലേ, അവിടെ നിന്ന് ആരെന്ത് കൊണ്ടുവന്നാലും വാങ്ങിക്കരുതെന്ന്. പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ലേ? അതിന് ഞാൻ എന്ത് ചെയ്തു ശിവേട്ടാ?
അവര് വലിയ കാര്യത്തില് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരുമ്പോ ഞാൻ എങ്ങനെയാ വേണ്ടെന്ന് പറയുന്നേ? പറയണം. ഒരു തവണ പറയുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ. നെല്ലിശ്ശേരിയിലുള്ളവരെ ആരും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അങ്ങനെ വഴിയെ പോകുന്നവർക്കൊക്കെ വരാനും എന്റെ കൊച്ചിനെ എടുക്കാനും ഞാൻ ആർക്കും അനുവാദം കൊടുക്കുകയില്ല. നീ ഒരൊറ്റ ഒരുത്തിയാ വഴിയെ പോകുന്നവരൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റുന്നത്. ഞാൻ വിളിച്ചിട്ടൊന്നുമല്ല അവര് വരുന്നത്. ഇതൊന്നും ഞാൻ ആവശ്യപ്പെട്ടതുമല്ല. ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവരാനും ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കാനും കൊച്ചിന് അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. പുറത്തു നിന്നുള്ളവരുടെ സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല. അവര് വാങ്ങിക്കൊണ്ടു വന്നപ്പോ നീ വേണ്ടെന്ന് പറയണമായിരുന്നു. നീ ഇതൊക്കെ കണ്ണി കണ്ടവരെന്ന് വാങ്ങുമ്പോഴേ പോകുന്നത് എന്റെ വിലയും അഭിമാനമോ. ഞാനൊരു കഴിവ് കെട്ടവനാണെന്നാ ഇതിന്റെയൊക്കെ അർത്ഥം. അങ്ങനെ ഒരു അർത്ഥം അതിനില്ല. കുഞ്ഞുങ്ങളുള്ള വീടാവുമ്പോ ഇതുപോലെ ആരെങ്കിലുമൊക്കെ വരും, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടും വരും. അതിന് ഇത്രയും പറയേണ്ട കാര്യമൊന്നുമില്ല. കാര്യമുണ്ട്. നമ്മൾ നരകിച്ച് തെണ്ടി നടന്ന് ഈ കുഞ്ഞിനെ വളർത്തിയാലും നെല്ലിശ്ശേരിയിൽ നിന്ന് ആരെന്ത് കൊണ്ടുവന്നാലും അത് നമുക്കോ നമ്മുടെ കുഞ്ഞിനോ വേണ്ട. അറിയാലോ നിനക്ക്. മറന്നിട്ടില്ലല്ലോ ഒന്നും. നമ്മൾ ഈ അവസ്ഥയിലെത്താൻ കാരണക്കാര് അവരാ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാ നമ്മൾ ഇങ്ങനെയൊക്കെ ആയത്. അവരൊക്കെ നല്ല മനുഷ്യരായതുകൊണ്ടാ ഡ്രൈവർ പണിയെങ്കിലും നിങ്ങൾക്കിപ്പോ ഉള്ളത്. പിന്നെ പറയുമ്പോ എല്ലാം പറയണമല്ലോ. കുഞ്ഞിനിടാൻ ഒരു നേരത്തെ പൗഡറെങ്കിലും ഇതുവരെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടോ നിങ്ങള്? കുഞ്ഞിന്റെ ഓരോ ആവശ്യങ്ങളും ഞാൻ പറയുമ്പോ അത് കേട്ട ഭാവം നടിക്കാറുണ്ടോ? ഒരു കുഞ്ഞുടുപ്പെങ്കിലും ഇതുവരെ മോൾക്കെന്നും പറഞ്ഞ് നിങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടോ ഈ വീട്ടിലേക്ക്? കഴിഞ്ഞ തവണയും ഇത്തവണയും അത് വാങ്ങിക്കൊണ്ട് വന്നത് അർച്ചനയാ. അഭിമാനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോ അത് ഓർക്കണം. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും വാങ്ങി വരുമ്പോ ഞാൻ വേണ്ടാന്ന് പറയാത്തത്. എന്റെ കുഞ്ഞ് നല്ല പോലെയാ ഇവിടെ ജീവിക്കുന്നത്. ഞാൻ ആഗ്രഹിച്ചതിലും സൗകര്യത്തിലും സന്തോഷത്തിലുമാ എന്റെ മോള് ജീവിക്കുന്നത്. എടി, അനുഭവയോഗ എന്റെ മകൾക്കാ ഉള്ളത്. നീ നോക്കിക്കോ, എന്റെ മോള് രാജയോഗത്തിൽ ഇവിടെ ജീവിക്കും. നീ ഇപ്പൊ പറഞ്ഞ കുറ്റങ്ങൾ മുഴുവൻ അനുഗ്രഹങ്ങളായി മാറുന്ന ദിവസങ്ങൾ ഉണ്ടാകാൻ അധികം താമസം വേണ്ട. അന്ന് നിനക്കത് മനസ്സിലാവും. എന്റെ മോക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാ ചെയ്തതെന്ന്. അതുവരെ നിന്നോടൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാനിപ്പോ ഒന്നും പറയുന്നുമില്ല. ഹലോ മോളെ. അമ്മ ഇറങ്ങിയായിരുന്നോ? ഇല്ലടി, ജോലിയൊക്കെ തീരുന്നതേ ഉള്ളൂ. കുഞ്ഞുമോളവിടെ സുഖായിരിക്കുന്നോ? ആ, സുഖ അമ്മേ. സന്ദീപ് വന്നില്ലേടി? ആ, വന്നു അമ്മേ. അച്ചുമോളെവിടെ? അവളെന്നെ വിളിച്ചതേ ഇല്ലല്ലോ. അവളുണ്ടോ അടുത്ത്? ഇല്ല. ആ, കുഞ്ഞിറങ്ങിയോണ്ടായിരിക്കും അങ്ങോട്ടൊന്നും വരാത്തല്ലേ. അല്ലെങ്കിൽ പിന്നെ അവളെപ്പോഴും കുഞ്ഞിന്റെ അടുത്ത് തന്നെ കാണുമല്ലോ. ആ, അവൾ അവിടെയുള്ളത് നിനക്കെന്തായാലും വലിയൊരു അനുഗ്രഹമാണ്. ഇല്ലെങ്കിലേ ഈ സമയത്ത് നീ നല്ലതുപോലെ കഷ്ടപ്പെട്ടേനെ. മോളെ, നീ എന്നിട്ട് ഇതും പറയാത്തത്? അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വിളിച്ചാ എന്നെ അങ്ങോട്ടൊന്നും പറയാൻ സമ്മതിക്കാത്ത ആളാണല്ലോ. ഇന്നെന്ത് പറ്റി നിനക്ക്? വല്ല വയ്യാഴികയുണ്ടോ നിനക്ക്? ഏയ്, വയ്യാഴികയൊന്നുമില്ലമ്മേ. പിന്നെ അമ്മയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. ഇന്നെന്താടി അങ്ങനൊരു ചോദ്യമൊക്കെ? ഞാൻ ഇന്നാളമ്മയോട് ചോദിച്ചത് തന്നെയാ. ഈ മക്കളില്ലാത്ത സ്ത്രീകൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എടുക്കുന്നത് അതൊക്കെ ദോഷമാണെന്ന് അമ്മ പറഞ്ഞില്ലേ? അതില് അമ്മയ്ക്ക് എന്തെങ്കിലും വിശ്വാസമുണ്ടോ? അതെന്താ? നീ അന്ന് പറഞ്ഞതുപോലെ വേറെ ആരെങ്കിലും ഇന്ന് വന്നിരുന്നു? ഇല്ലമ്മേ, വേറെ ആരും വന്നില്ല. ഞാൻ അച്ചു ചേച്ചിയെ കുറിച്ചാ പറഞ്ഞത്. ചേച്ചിക്ക് മക്കളില്ലല്ലോ. അപ്പോ
ഇങ്ങനെ പറയുന്നത് കൂടി കേട്ടപ്പോ എനിക്കൊരു ടെൻഷൻ. അതുകൊണ്ടാ അമ്മേ, അതുകൊണ്ടാ ഞാൻ ഇപ്പൊ വിളിച്ച് അമ്മയോട് ചോദിച്ചത്. നിർത്തടി കുരുത്തം കേട്ടവളെ. നീ എന്തൊക്കെയാടി പറയുന്നത്? ദേ, എന്റെ അച്ഛമോളെ കുറിച്ചാണോ നീ പറയുന്നത്? എന്റെ മോളുടെ കണ്ണു തട്ടിയ നിന്റെ കുഞ്ഞിന് എന്ത് പറ്റുന്നാണ് നീ എന്നോട് ചോദിച്ചത്? എന്റെ മുന്നിൽ നിന്ന് നീതി ചോദിച്ചിരുന്നെങ്കിലേ നിന്റെ ചെകിടി ഞാൻ പൊട്ടിച്ചേനെ. എന്നോട് നീ പറഞ്ഞു തരിക്കട്ടെ, അച്ഛനോട് എങ്ങനെ നീതി പറഞ്ഞെന്ന് അറിഞ്ഞ അറിയാലോ നിനക്കെന്നെ. ശരിയാക്കി കളഞ്ഞ ഞാൻ. അതോ നീ എങ്ങനെ അവളടുത്ത് പറഞ്ഞു കഴിഞ്ഞോ? ആതിരെ, ഹലോ. എടി, Ding